ഹലോ ചങ്ങായിമാരെ, എല്ലാവർക്കും നിജീസ് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സ്വാമി ശരണം. ചങ്ങായിമാരെ, മണ്ഡലകാലത്തെ അമ്പല ദർശനത്തിന്റെ ഭാഗമായിട്ട് നമ്മളിന്ന് പോകാൻ പോകുന്ന അമ്പലം മയിൽ വേളം മഹാഗണപതി ക്ഷേത്രത്തിലാണ്. അമ്മ കുറെ പ്രാവശ്യം പോയിട്ടുണ്ടല്ലേ? മുന്നേല്ലോ പോയിട്ടില്ലേ? അടുത്തെന്തെങ്കിലും ഓർമ്മകളുണ്ടോ? ഇപ്പൊ അടുത്താരം പോയിനാ? ഇല്ല, അടുത്തൊന്നും പോയിട്ടില്ല. അപ്പോ ഞാനും പോയിട്ടുണ്ട് ചങ്ങായിമാരെ. നേരെ അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകളും എപ്പോഴും പറയുന്ന പോലെ തന്നെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. നേരെ പോവാം. മലബാറിലെ അതിവിശിഷ്ട ക്ഷേത്രമായ വേളം ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തിലേക്ക് ഒന്ന് എത്തി നോക്കിയാലോ. വേളം ഗ്രാമത്തിൽ രാജരാജേശ്വര ക്ഷേത്രം ഉണ്ടായതിനും അവിടുത്തെ മഹാഗണപതിക്ക് അധിക പ്രാധാന്യമുണ്ടായതിൻ്റെയും പിറകിലുള്ള ഐതിഹ്യം പ്രസിദ്ധമാണ്. വേളത്തെ ഗ്രാമക്ഷേത്രമായിരുന്നു തെക്കേടത്ത് ശിവക്ഷേത്രം എന്നിപ്പോൾ അറിയപ്പെടുന്ന വൈദ്യനാഥ ക്ഷേത്രം. പെരിഞ്ചല്ലൂർ ഗ്രാമാതിർത്തി സംബന്ധിച്ചും തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൻ്റെ ഊരാൺമ സംബന്ധിച്ചും പെരിഞ്ചല്ലൂർ ഗ്രാമത്തിലെയും വേളം ഗ്രാമത്തിലെയും ബ്രാഹ്മണർ തമ്മിൽ തർക്കമുണ്ടായിരുന്ന ഒരു നാൾ വേളം ഗ്രാമത്തിലെ ബ്രാഹ്മണർ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്ര ദർശനത്തിന് പോയപ്പോൾ അവിടുത്തെ ക്ഷേത്ര ഊരാളന്മാരാൽ അപമാനിക്കപ്പെട്ടുവെന്നും അവരോടുള്ള പ്രതികാര ചിന്തയിലും ഇനി തളിപ്പറമ്പിൽ പോകാതെ തന്നെ രാജരാജേശ്വര ദർശനം നടത്തണമെന്ന അപക്വമായ ചിന്തയിലും വേളം ശിവക്ഷേത്രത്തോട് ചേർന്ന് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൻ്റെ അളവിലും മാതൃകയിലും ഒരു ക്ഷേത്രം നിർമ്മിക്കുകയും അതിൽ രാജരാജേശ്വര ക്ഷേത്ര പ്രതിഷ്ഠ നടത്തുവാൻ പ്രശസ്ത തന്ത്രികളായ തരണനെല്ലൂർ തന്ത്രികളെ തന്നെ വരുത്തുകയും ചെയ്തു. എന്നാൽ തളിപ്പറമ്പത്തപ്പൻ്റെ അനിഷ്ടഫലമായും ക്ഷേത്ര നിർമ്മാണ കാര്യത്തിൽ ഗ്രാമത്തിലെ ബ്രാഹ്മണർക്കിടയിലുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസത്തിൻ്റെയും കിടമത്സരത്തിൻ്റെയും ഫലമായും പ്രതിഷ്ഠയ്ക്ക് തടസ്സം വരുത്തുകയെന്ന ദുഷ്ടലാക്കോടെ അതിൽ ഒരു വിഭാഗം ബ്രാഹ്മണർ തന്ത്രിയുടെ മേൽ അപവാദം പറഞ്ഞുണ്ടാക്കുകയും അദ്ദേഹം രാജരാജേശ്വരന് ജീവകലശം ആടുന്നത് തടസ്സപ്പെടുത്തുകയും ചെയ്തു. ഇതിൽ മനസ്സ് നൊന്ത തന്ത്രികൾ രാജരാജേശ്വര പ്രതിഷ്ഠാകലശത്തിനായി പൂജിച്ചു വെച്ച കലശങ്ങൾ രാജരാജേശ്വരന് അഭിഷേകം ചെയ്യാതെ ശ്രീകോവിലിൻ്റെ തെക്കേ ഇടനാഴിയിൽ തെക്കോട്ടുമുഖമായി മഹാഗണപതിയെ പ്രതിഷ്ഠിച്ച് അവിടെ കലശാഭിഷേകം നടത്തുകയും ഇവിടെ മഹാഗണപതിക്ക് പ്രാധാന്യമുണ്ടാവട്ടെ എന്ന് അനുഗ്രഹിച്ചു പോവുകയും ചെയ്തു. ഋഷിതുല്യനായ അദ്ദേഹത്തിൻ്റെ ക്രോധത്തിലും അപമാന ഭാരത്താൽ തളർന്നതുമായ മനസ്സിൽ നിന്ന് വന്ന വാക്കുകൾ ഫലിക്കുകയും ക്ഷേത്രത്തിൽ ഉപദേവനായ ഗണപതി രാജരാജേശ്വര ഭാവത്തിൽ ശക്തി പ്രാപിച്ച് പ്രശസ്തി നേടുകയും ക്ഷേത്രം വേളം ശ്രീ മഹാഗണപതി ക്ഷേത്രം എന്ന പേരിൽ അറിയപ്പെടുവാൻ തുടങ്ങിയെന്നുമാണ് ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യം. ഉത്തര കേരളത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ മഹാഗണപതിയുടെ അത്ഭുതകരമായ ശക്തി ചൈതന്യം കൊണ്ടും മറ്റു പല പ്രത്യേകതകൾ കൊണ്ടും വളരെ പ്രശസ്തമായ ഒരു മഹാക്ഷേത്രമാണ് കണ്ണൂർ ജില്ലയിൽ മയിൽ പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന വേളം ശ്രീ മഹാഗണപതി ക്ഷേത്രം. ക്ഷേത്ര ചുറ്റമ്പലത്തിനുള്ളിൽ 2 ശ്രീകോവിലുകളുള്ളതിൽ വലിയ ശ്രീകോവിൽ രാജരാജേശ്വരനായും ചെറിയ ശ്രീകോവിൽ വൈദ്യനാഥനായും ശിവപ്രതിഷ്ഠകൾ. രാജരാജേശ്വര ക്ഷേത്രത്തിൻ്റെ തെക്കേ ഇടനാഴിയിൽ തെക്കോട്ടുമുഖമായി മഹാഗണപതിയോട് ചേർന്ന് ദക്ഷിണാമൂർത്തി പ്രതിഷ്ഠ. രാജരാജേശ്വര ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ ഇടനാഴിയിൽ പടിഞ്ഞാറോട്ടുമുഖമായി ശ്രീ പാർവതി പ്രതിഷ്ഠ. ചുറ്റമ്പലത്തിന് വെളിയിൽ വടക്കു പടിഞ്ഞാറേ മൂലയിൽ ശ്രീകൃഷ്ണ ക്ഷേത്രം. ഇവയൊക്കെ ചേർന്നതാണ് വേളം ശ്രീ മഹാഗണപതി ക്ഷേത്രം.
ചങ്ങായിമാരെ, നമ്മള് വേളത്തമ്പലത്തിൽ നിന്ന് ഇറങ്ങിയേട്ടാ. ഇവിടെ ഐതിഹ്യമൊന്നും പറഞ്ഞു തരാൻ ആരും കിട്ടിയിട്ടില്ല. ഒരിക്കലും പറയണമെന്ന് താല്പര്യമുണ്ട്, പക്ഷെ നല്ല തിരക്കാണ്, ഭക്തജനങ്ങളെ പ്രവാഹമാണ്. പിന്നെ എനിക്കറിയുന്ന പോലെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കേട്ട് കാണുമല്ലോ. വേറെ എന്നാ പറയാനല്ല നമുക്ക്? നമ്മക്കെന്നാ ഇപ്പൊ പറയണ്ടേ? ഇവിടെ വന്നിട്ട് എന്തുണ്ട്? ഇവിടെ വെച്ചാൽ നല്ല തന്നെ. അപ്പൊ ചങ്ങായിമാരെ, ക്ഷേത്രത്തിന്റെ അകത്ത് ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു അമ്പലമാണെന്നാ തോന്നുന്നു കേട്ടോ. നല്ലൊരു കുറേ കാര്യങ്ങളുണ്ട്. അതൊന്നും ഉള്ളിലൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. എല്ലാവരും വരാൻ പറ്റുമെങ്കിൽ ഒരിക്കലെങ്കിലും വന്ന് കാണേണ്ട ഒരു അമ്പലം തന്നെയാണ് വേളത്തമ്പലം. അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയല്ലേ വേറൊന്നും പറയാനില്ലല്ലോ. അപ്പോൾ നമ്മളെ വീഡിയോയിൽ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യണം. വീണ്ടും അടുത്തൊരു ചെറിയ വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും ബായ്. നിങ്ങളുടെ സ്വന്തം നിജിയും അമ്മയും.